ഹലോ നമസ്കാരം. ക്ലിയോ ഫ്രം ഹാമിൽട്ടൺ മലയാളി ബാഡ്മിൻ്റൺ ക്ലബ്. നമസ്കാരം, എൻ്റെ പേര് സൂരജ്. ഞാൻ ക്ലിയോയുടെ ക്ലബിലെ ഒരു കമ്മിറ്റി മെമ്പറാണ്, ഒരു ആക്റ്റീവ് പ്ലെയറുമാണ്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഹാമിൽട്ടൺ മലയാളി ബാഡ്മിൻ്റൺ ക്ലബ്ബ് എന്ന് പറയുന്ന തോട്ട് വന്നത് 2019 2019 ആ ഒരു ടൈമിൽ നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കാനായിട്ട് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ചേർന്ന് ഇങ്ങനെ ഒരു കോർട്ട് ഹയർ ചെയ്യുകയുണ്ടായി. അതിന് ശേഷമാണ് നമ്മൾ അവിടുത്തെ വൈക്കാട്ടോ ബാഡ്മിൻ്റൺ CEO അറ്റ് ദാറ്റ് ടൈം ഷി വാസ് സോ ഹെൽപ്ഫുൾ ഇൻ ഫോമിങ് ഇറ്റ് ആസ് എ ഫോമൽ ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ്. അത് ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, നമ്മളുടെ ക്ലബ്ബ് ഹാമിൽട്ടൺ മലയാളി ബാഡ്മിൻ്റൺ ക്ലബ്ബ് ഇൻകോർപ്പറേറ്റഡ് ആയി ഈ വർഷം രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ വർഷങ്ങളായി നടത്തി വരുന്ന ടൂർണമെൻറ്റ് കണ്ടിന്യൂ ചെയ്യുവാണ്. നമ്മൾ ഇത്രയും നാളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിരുന്നു അതിപ്പോൾ നമ്മളൊരു സൊസൈറ്റിയായി പ്രോപ്പർ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്ത് ഈ വർഷം നമ്മൾ ഇപ്പോൾ ഒരു 4 ഇയേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന സെയിം ടൂർണമെൻറ്റ് നമ്മൾ ഈ വർഷവും നടത്തുന്നുണ്ട്. 17th ഓഗസ്റ്റിനാണ്, നെക്സ്റ്റ് വീക്കെൻഡാണ് ആ ടൂർണമെൻറ്റ്. സോ ക്ലബ്ബ് എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇതുപോലെ ഞങ്ങൾ അവിടെ ബാഡ്മിൻ്റൺ കളിക്കാനായി കോർട്ട് ബുക്ക് ചെയ്ത് പോയ സമയത്ത് അവിടെ തന്നെയുള്ള CEO അറ്റ് ദാറ്റ് ടൈം പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഐഡിയ തന്നതാണ്. അതായത് അവിടെ വേറെ 2 ഗ്രൂപ്പ് കളിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം. സോ എന്നോട് ഇങ്ങനെ അപ്രോച്ച് ചെയ്തു. ഞാൻ ഓൾറെഡി വൈക്കാട്ടോ റീജിയണൽ ലെവലിൽ അവിടെ കളിച്ചിരുന്നു ആസ് എ ബാഡ്മിൻ്റൺ പ്ലെയർ. അപ്പോൾ എനിക്കിങ്ങനൊരു ഐഡിയ തന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഒരു ഗ്രൂപ്പാക്കി കൂടാ 3 കോർട്ട് ചെയ്യുന്നതിന് പകരം. അപ്പോൾ അവിടെ മറ്റ് ക്ലബ്ബുകൾ അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സിന് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ചലഞ്ചസ് എന്ന് പറയുന്നത്, അവർക്ക് ഒരു ഷട്ടിൽസ് ആര് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ആര് ഷട്ടിൽ മേടിക്കും, ഷട്ടിൽ എത്ര ബാക്കിയുണ്ട്, ഇതെവിടെ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്, അങ്ങനെ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു അവർക്ക്. ഇൻക്ലൂഡിങ് ഇപ്പോൾ ഒരു പ്ലെയർ മിസ്സിങ് ആണ്. ഇപ്പോൾ നമുക്ക് 4 പേർക്ക് കൂടി ഡബിൾസ് കളിക്കുമ്പോൾ അതിൽ 3 പേര് വന്നാൽ ഒരാളെ എവിടെ നിന്ന് കണ്ടുപിടിക്കും, അങ്ങനത്തെ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് ഐഡിയാസ് കൊണ്ടുവന്നു. നമ്മൾ ഒരു ഗ്രൂപ്പായി മാറുന്നു, 3 കോർട്ടിലും 3 ഡിഫറെൻറ്റ് എൻറ്റിറ്റി പോലെ കളിക്കാതെ ആ 3 കോർട്ടിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു എൻറ്റിറ്റി ആയിട്ട് കളിക്കുക. അതായിരുന്നു എൻ്റെ ഒരു ഐഡിയ. സോ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ, അവർ 2 ക്ലബ്ബുകളെയും എൻ്റെ ക്ലബിൻ്റെ കൂടെ കൊണ്ടുവന്ന് ഒരു ക്ലബ്ബാക്കി മാറ്റി. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് basically we have the strength, we have more people, which means that we have more money to spend. So നമുക്ക് അപ്പോൾ ബൈയിങ് പവർ മോറായി. സോ നമുക്ക് ഷട്ടിൽസ് മേടിക്കാൻ എളുപ്പമായി. പിന്നെ ഗ്രാജുവലി നമ്മൾ അവിടെ നിന്ന് ഗ്രോ ചെയ്യുമായിരുന്നു. ഇയർ ബൈ ഇയർ നമ്മൾ കോർട്സ് ഇൻക്രീസ് ചെയ്തു. 3 എന്നുള്ളത് 4 ആയി, പിന്നെ 5 ആയി. ഇപ്പോൾ നമ്മൾ അവിടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബ് അറ്റ് ദ വൈക്കാട്ടോ ബാഡ്മിൻ്റൺ അസോസിയേഷൻ ആണ്. ആൻഡ് നമ്മളെല്ലാ വർഷവും വി ഓർഗനൈസ് എ ടൂർണമെൻറ്റ്. ലാസ്റ്റ് ഇയർ നമ്മൾ 2 ടൂർണമെൻറ്റ് നടത്തി. ഒന്ന് ഇൻറ്റേർണൽ ക്ലബ് ഓൺലി ക്ലബ് ചാമ്പ്യൻഷിപ്പ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നടത്തി. അതിന് മുന്നേ നമ്മൾ എല്ലാ വർഷവും നടത്തി വരുന്ന ന്യൂസിലാൻഡ് മലയാളി ഓപ്പൺ എന്ന പേരിലാണ് നമ്മൾ നടത്തി വരുന്നത്. അത് നമ്മൾ ഒരു 4 years in a row ആയിപ്പോൾ. ആൻഡ് ദിസ് ഇയർ is going to be a massive tournament. We got over 90 teams registered from all over New Zealand, really. So we got teams from Hawke's Bay, Napier, Rotorua. Somebody rang me from Palmerston North yesterday. So yeah, we're going to be having and obviously our biggest entry is from Auckland itself, and our own club, Hamilton Malayali Badminton Club. We have plenty of entry as well. So നമുക്ക് ഒത്തിരി അങ്ങനത്തെ എൻട്രീസ് എല്ലാം വന്നിട്ടുണ്ട്. And we do have great sponsors this year as well for sponsoring the tournament. So yeah, we are looking forward for a very big tournament this year.
ഇപ്പോൾ ഈ ക്ലബ്ബ് ഇങ്ങനെ തുടങ്ങി ഇത്രയും നാളായി നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം ഓവർ ദ വെബ്, അതായത് വൈക്കാട്ടോ ബാഡ്മിൻ്റൺ വെബ്സൈറ്റിൽ അപ്ലോഡഡ് ആണ്. എനിക്കിതിൽ ഏറ്റവും ഒരു നല്ല കമ്മ്യൂണിറ്റിക്ക് നല്ലൊരു ഒരു കമ്മ്യൂണിറ്റിക്ക് വരുന്ന ഒരു ബെനിഫിറ്റ് ഞാൻ കണ്ടുവരുന്നത്, എനിക്ക് ഒത്തിരി കോൾസ് വരാറുണ്ട്. അപ്പോൾ സൂരജിനാണെങ്കിലും അറിയാം, ഒത്തിരി പേര് നമ്പർ കണ്ട് വിളിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഓക്കെ വേർ ഡിഡ് യു ഗെറ്റ് ദ നമ്പർ ഫ്രം എന്ന് ചോദിക്കും. അപ്പോൾ അവർ ഒബ്വിയസ്ലി പറയും, we got it from the Waikato Badminton website, and we are new to New Zealand. We just recently came from Qatar or Dubai or Abu Dhabi. മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് ഈ ഇടയ്ക്ക് വരുന്ന കോളുകളെല്ലാം തന്നെ. അത് എനിക്ക് തോന്നുന്നത് ന്യൂസിലൻഡിലെ എല്ലാ ഏരിയയിലേക്കും മിഡിൽ ഈസ്റ്റിൽ നിന്ന് വളരെയധികം നല്ല രീതിയിൽ ഒരു മൈഗ്രേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹാമിൽട്ടണിലും ഇതുപോലെ ഒത്തിരി മിഡിൽ ഈസ്റ്റേൺ മലയാളീസ് വന്നിട്ടുണ്ട്. അത് അവർ ക്ലബ്ബിൽ എനിക്ക് തോന്നുന്നു അവർ വരുന്നത് തന്നെ അവർക്കൊരു ക്ലോസ് നിറ്റ് കമ്മ്യൂണിറ്റി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവർക്കത് മാത്രമല്ല, ഞാൻ കണ്ടിടത്തോളം അവർ ബേസിക്കലി ഒരു ഇൻഡോർ സ്പോർട്ടാണ്. മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്നവർക്ക് ഒരു ഇൻഡോർ സ്പോർട്ട് അവർ ഒത്തിരി കളിക്കുന്നതാണ്. അപ്പോൾ അവർ ബേസിക്കലി പറയും, ഓക്കെ വി ആർ മലയാളീസ്, വി ആർ ഫ്രം കേരള, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കളിക്കാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ. വി ആർ ഓൾവേസ് ഓപ്പൺ ടു എനി മെമ്പേഴ്സ്. സോ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് സൂരജ് വന്ന് അങ്ങനെ നമ്മൾ മീറ്റ് ചെയ്യുന്നത് തന്നെ ബാഡ്മിൻ്റൺ ത്രൂ ആണ്. ബാഡ്മിൻ്റൺ ഇസ് എ കീ ഫോർ ദാറ്റ് കണക്ഷൻ. പിന്നീട് എന്നെ എല്ലാ കാര്യങ്ങളിലും സൂരജ് ഹെൽപ്പ് ചെയ്യുവാണ്. അപ്പോൾ സൂരജിന് ഇതിൻ്റെ ആ ഒരു ബെനിഫിറ്റും അതുപോലെ എല്ലാം ഉണ്ട്. സൂരജിന് എന്താ പറയാനുള്ളത്? തീർച്ചയായും ക്ലിയോ, കാരണം നമ്മൾ എസ്പെഷ്യലി പല സ്ഥലങ്ങളിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുമ്പം നമുക്ക് ആദ്യം നോക്കുന്നത് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഫെമിലിയർ ആയിട്ടുള്ള ബെനിഫിറ്റാണ് നാട്ടുകാർ തന്നെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ നോക്കുന്നത്, എസ്പെഷ്യലി സ്പോർട്സ് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പം ഞാനിങ്ങനെ ക്ലിയോ വിളിക്കുമ്പം എനിക്കൊരു നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പം ഈ ക്ലബ്ബ് ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു എനിക്ക്. അപ്പം ഐ കുഡ് മീറ്റ് ലൈക്ക് മൈൻഡ് പീപ്പിൾ. അപ്പം നമ്മളെ ഈ ക്ലബ്ബ് ഒരുപാട് എൻകറേജ് ചെയ്യും നമ്മളെ കളിക്കാൻ വേണ്ടി. ഇപ്പം ഡെയിലി ഉള്ള റെഗുലർ ഡേയ്സ് അല്ലാതെ അഡീഷണൽ ഡേയ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ഓപ്ഷൻ തരും ജോയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കീനെസ് ബിൽഡപ്പ് ചെയ്യുമ്പോഴാണ് ഞാനും ക്ലിയോയും തമ്മിലുള്ള ഫ്രണ്ട്സ് ആയതും ഒക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പം ക്ലിയോയിൻ്റെ കമ്മിറ്റി മെമ്പറുടെ ഇതായ ഓഫർ വന്നത്. അപ്പോൾ അങ്ങനെ കമ്മിറ്റി ഭാഗമായി. അപ്പോൾ ക്ലബിൻ്റെ വർക്കിങ്സിൽ കൂടുതൽ ഇൻവോൾവ് ആയി. അപ്പോൾ ഈ ക്ലബ്ബിൽ ജോയിൻ ചെയ്തതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീല് കിട്ടത്തില്ല. പിന്നെ അത് അഡീഷണലാണ് സ്പോർട്സിൻ്റെ ബെനിഫിറ്റും ഹെൽത്ത് ബെനിഫിറ്റ്സും. പിന്നെ പ്രധാനമായിട്ടും നമുക്കിപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ആൾക്കാരുമായിട്ടുള്ള കണക്ഷനാണ് ബിൽഡപ്പ് ചെയ്യേണ്ടത്. ആ സ്ഥലത്തുള്ള എസ്പെഷ്യലി കുറേ താമസിച്ച ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ കണക്ഷൻ ബിൽഡപ്പ് ചെയ്യാം. നമുക്കൊരു ആവശ്യം വരുമ്പോഴത്തേക്ക് അപ്രോച്ച് ചെയ്യാം. കാരണം നമ്മൾ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയി പോകും. അപ്പോൾ ഇതുപോലുള്ള ക്ലബ്സിൻ്റെ മെയിൻ ബെനിഫിറ്റ് അതാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു ഫീല് വരത്തില്ല. ഹോം സിക്നസ് കുറയും. എസ്പെഷ്യലി ഓണം വരുന്നു. അപ്പോൾ അങ്ങനത്തെ ഫെസ്റ്റിവൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒറ്റപ്പെട്ട് പോയെന്നൊരു തോന്നൽ വരത്തില്ല. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതിനിങ്ങനത്തെ ക്ലബ്സ് ഭയങ്കര യൂസ്ഫുൾ ആണ്. എസ്പെഷ്യലി പിന്നെ ഫ്രണ്ട്ഷിപ്സ് ബിൽഡപ്പ് ചെയ്യാനും ബിസിനസ് കണക്ഷൻസ് ആണെങ്കിലും ജോലിയുടെ ആവശ്യങ്ങളാണെങ്കിലും മെഡിക്കൽ എന്ത് ആവശ്യങ്ങളാണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ക്ലബ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ബെനിഫിറ്റ്സ് ആണ് ഈ ക്ലബ്ബിൽ നിന്ന് നമുക്ക് ഒരുപാട് കിട്ടുന്നത്. നമുക്ക് ആൾക്കാരോട് കാണുമ്പോഴത്തേക്ക് ഇപ്പം പെട്ടെന്നൊരു ആവശ്യം ആകുമ്പോഴത്തേക്ക് രാത്രി വിളിക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരുമാതിരി എൻ്റെ കമ്പനി ഞാൻ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് എമർജൻസി കോൺടാക്ട്സ് ഞാൻ കൊടുത്തത് ക്ലിയോയുടെ പേരാണ്. കാരണം നമുക്ക് ഒരു ആവശ്യത്തിന് എനിക്ക് പെട്ടെന്ന് രാത്രി വിളിക്കാൻ പറ്റും. പുള്ളി ആ ഒരു തരത്തിലുള്ള അടുപ്പമായിട്ടുണ്ട്. അപ്പം എസ്പെഷ്യലി ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണ് ഒരുപാട് നമുക്ക് ബെനിഫിറ്റ് വരുന്നത്. അതെ നമ്മൾ ഒത്തിരി അത് മെഡിക്കൽ ബെനിഫിറ്റ് എന്നുള്ള രീതി മാത്രമല്ല, നമ്മൾ ക്ലബ്ബായിട്ട് നമ്മൾ ഒത്തിരി കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരു ഇപ്പോൾ ഒരു ഗിവ് എ ലിറ്റിൽ പേജ് എല്ലാവരും തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ആർക്കെങ്കിലും ഒരു ഡെത്ത് സംഭവിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ടീമായിട്ട് നിന്നിട്ട് അതിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ, അത് ഈവൻ ഇഫ് ഇറ്റ്സ് $1 ഫ്രം എവറി മെമ്പർ, അത് ഒരു വലിയ സംഭവമാണ്. അത് ഞങ്ങളുടെ ക്ലബ്ബിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡിങ് അവർ സെൽഫ്, എല്ലാവരും തന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പോൾ ഞാൻ ലിറ്ററലി ആൾക്കാരോട് പറയാറുണ്ട്, ഓക്കെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയുക, അതർവൈസ് ഐ എം ഡിഡക്റ്റിംഗ് $1 ഫ്രം യുവർ അക്കൗണ്ട്. Nobody tells me no, Cleo, you can't do that. Everybody is being supportive. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു 120 അടുത്ത് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് തന്നെ ആകുമ്പോൾ $1 ഇടാൻ പറ്റാത്ത ആരും ഇല്ല ആ ക്ലബ്ബിൽ. അപ്പോൾ അല്ലെങ്കിൽ ചിലർ ഇങ്ങോട്ട് വന്നിട്ട് പറയും, ഓക്കെ ക്ലിയോ ഇന്ന ആളുടെ ഡെത്ത് സപ്പോർട്ടിലേക്ക് എൻ്റെ വക $50. സോ വി സേ ദാറ്റ്സ് വെരി ഗുഡ് ഓഫ് യു. സോ നമ്മളങ്ങനെ ഓവർ 1000, എനിക്ക് തോന്നുന്ന $1,000-2,000 ഒക്കെ നമ്മൾ ശേഖരിച്ചിട്ട് ആസ് എ ക്ലബ് നമ്മൾ ആ ഒരു ഗിവ് എ
ടൈറ്റിൽ പേജസ് അങ്ങനത്തെ സംഭവങ്ങൾ ഒത്തിരി അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മെയിനായിട്ട് നമുക്ക് ഈ ആൾക്കാരെ പരിചയപ്പെടൽ, ഒരു ഗ്രേറ്റ് കമ്മ്യൂണിറ്റിയിൽ നമ്മളുടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മെയിൻ ഫോക്കസ്. പിന്നെ വി ആർ ഓൾസോ ഗെറ്റിംഗ് എ ഫിസിക്കൽ ആക്ടിവിറ്റി ഡൺ, അതാണ് മെയിൻ തിങ്. അതായത് നമ്മളൊരു ബർഗറോ അല്ലെങ്കിൽ ഒരു പിസയോ മേടിക്കുന്ന ആ ഒരു പൈസ നമ്മളുടെ ഫിറ്റ്നസ്സിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നു. അത് മാത്രമാണ് ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ആസ് എ എക്സാമ്പിൾ സൂരജിന് തന്നെ ഒത്തിരി നല്ല ബെനിഫിറ്റുകൾ നമ്മുടെ ക്ലബ് ത്രൂ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും. കാരണം നമ്മൾ ഈ വീക്ക്ലി കളിക്കുന്നത് മാത്രമല്ല, നമുക്കിപ്പോൾ ഉണ്ടാവുന്ന ഫ്രണ്ട്സ്, ഉണ്ടാകുന്ന റിലേഷൻഷിപ്സ്, അതിലൂടെ നമുക്ക് ഒരുപാട് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഇപ്പോൾ നമുക്കൊരു ജോലി ആവശ്യമുണ്ട്, ജോലി മാറണം, അല്ല ജോലി അന്വേഷിക്കുകയാണ്, അപ്പോൾ വീട് നോക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒരു പരിധി വരെ നെറ്റ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതിലും കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് വരുന്നത് പേഴ്സണൽ കോൺടാക്ട്സ് ആണ്. ഇപ്പം എനിക്കൊരു കമ്പനി റെഫർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഓപ്പണിങ്ങിനെ പറ്റി എനിക്കറിയാം, അപ്പോൾ അതെനിക്ക് ഒരാളോട് പറഞ്ഞു കൊടുത്താൽ ഒരാളുടെ ലൈഫ് ഇമ്പ്രൂവ്മെൻ്റ് ആവും. അതുപോലെ തന്നെ വീട് നോക്കുന്നു, അല്ലെങ്കിൽ റൂം നോക്കുന്നു, അതിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ക്ലബ്സ് ഒരുപാട് ബെനിഫിറ്റ്. അപ്പോൾ ആ കാര്യങ്ങളിൽ എനിക്ക് HMBC ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം മെമ്പേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടീവാണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഞാനൊരു വർഷമായിട്ടില്ല ഇവിടെ വന്നിട്ട്. അപ്പോൾ എനിക്കിവിടെ സെറ്റിൽ ആവാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ക്ലബ്ബുമായിട്ടുള്ള അഫിലിയേഷൻ. അതെ, അത് മെയിനായിട്ട് ഞാൻ കണ്ടുവരുന്നത് എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ ക്ലബ്ബിൽ വന്ന് കളിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും അവർ ആ ഒരു വന്ന് കളിച്ച് അവരുടെ സ്ട്രെസ്സ് റിലീസ് ചെയ്താണ് അവർ പോകുന്നത്. അവർ വരുന്നു, സ്വെറ്റ് ചെയ്യുന്നു, അവർ പോകുന്നു. പിന്നെ ഇതിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കോർ പീപ്പിളുണ്ട്, ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ സൂരജ് വന്നപ്പോൾ തൊട്ടിട്ട് നമുക്ക് ചിലവരെ കണ്ടാൽ അറിയാം ദാറ്റ് ദേ ആർ കീൻ ടു ഹെൽപ്പ്. ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു സൂരജിന്. ഞാൻ ഓൾമോസ്റ്റ് 2 months നാട്ടിൽ ഹോളിഡേക്ക് പോയായിരുന്നു. സൂരജാണ് കംപ്ലീറ്റ് റൺ ചെയ്തത്. അത് ഡോട്ട് ബൈ ഡോട്ട് എല്ലാ കാര്യങ്ങളും എന്നെ അറിയിച്ചിരുന്നു ആ സമയത്ത്. അപ്പോൾ നമുക്കാണെങ്കിലും വി ക്യാൻ ആക്ച്വലി സേ ഓക്കെ യുനോ ഈസ് ആക്ച്വലി ഡൂയിങ് എ അമേസിങ് ജോബ്. ഞാൻ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ഫോൺ എടുത്ത് ഒരാളെ വിളിക്കേണ്ടി വരാം. ഓക്കെ, ഞങ്ങൾ സാധാരണ റൺ ചെയ്യുന്നത് നമ്മളുടെ ക്ലബ്ബിൽ 25 people വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ട്യൂസ്ഡേയ്സും റൺ ചെയ്യുന്നത്. സോ വെൻ ഇറ്റ്സ് ഗെറ്റ് ടു over 25 it's hard, but if it gets below 20 then it's also hard. കാരണം 5 കോട്ട് 4 പേരെ വെച്ച് 20 members മിനിമം വേണം. അപ്പോൾ നമുക്ക് ചില സമയത്ത് 18 ആവും, ചിലപ്പോൾ 16 ആവും. സോ യു നീഡ് ടു ഹണ്ട് ഫോർ പ്ലേയേഴ്സ്. ആൻഡ് സൂരജാണ് അത് ആ ഒരു ടൈമിൽ ടേക്ക് ഓവർ ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ടൂർണമെൻറ്റ്സ് കളിക്കുന്നുണ്ട് അവിടെ. ഇപ്പോൾ വൈക്കാട്ടോയിൽ റീജിയണൽ ലെവലിൽ നമ്മൾ ഒത്തിരി ടൂർണമെൻറ്റ്സ് കളിക്കുന്നുണ്ട്. ലാസ്റ്റ് റൗണ്ടിലെ വിന്നേഴ്സ് ഞങ്ങളായിരുന്നു, നമ്മുടെ ക്ലബ്ബായിരുന്നു. അത് ഇറ്റ്സ് എ പ്രൗഡ് മൊമെൻറ്റ്. ബിക്കോസ് വേറെ ഒരു സദേൺ കമ്മ്യൂണിറ്റിക്ക് അങ്ങനത്തെ ഒരു ക്ലബ്ബ് അവിടെ ഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാഷൻ തന്നെയാണ്. ഇതിൻ്റെ പുറകിൽ ഇച്ചിരി പാഷൻ ഇല്ലാതെ നടക്കത്തില്ല. തീർച്ചയായും ഒരു ലെവൽ ക്രേസ് ആണ്. അപ്പോൾ അതാണ് ഞങ്ങൾ തമ്മിലൊരു മെയിൻ ബോണ്ട്. അതാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ബാഡ്മിൻ്റൺ ആണ് കൂടുതൽ. ഡ്രൈവ് ചെയ്യുമ്പോഴും അതെ, ആ ക്ലബ്ബ് എങ്ങനെ കളിക്കണം, ഇതെങ്ങനെ കളിക്കണം ടൂർണമെൻറ്റ്. അപ്പോൾ അത് ആ ലെവൽ ഓഫ് ക്രേസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ ബോണ്ട് വരുന്നത്. അതെ, അതാണ് ആ ഒരു കണക്ഷൻ. സോ ന്യൂസിലൻഡിൽ ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് 2005 സോ ഇറ്റ്സ് ഐ ബീൻ ഹിയർ, പ്രോബ്ലി ലിവ്ഡ് ഇൻ ന്യൂസിലൻഡ് മോർ ദൻ ഐ ലിവ്ഡ് ഇൻ കേരള. ഓക്കെ, സോ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് 1-2 എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദാറ്റ്. അത് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കാൻ, അതായത് ആകെപ്പാടെ നമ്മൾ കളിക്കുന്ന ഒരു സ്പോർട്ടാണ് ബാഡ്മിൻ്റൺ, ഓർ യുനോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ എം ഗുഡ് അറ്റ്. സോ വന്ന് കളിക്കാൻ വേണ്ടി കോർട്ടിൽ ഇറങ്ങിയ സമയത്ത് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് വാസ് ബാക്ക് ഇൻ 2006. ഐ ഡോണ്ട് വോണ്ട് ടു നെയിം എനിബഡി. ആ ഒരു ക്ലബ്ബിൽ ഒരു മലയാളി ഇതിലായിരുന്നു. ഞാൻ വന്നു, നമ്മൾ കളിക്കാൻ വേണ്ടി കോർട്ടിൽ ഇറങ്ങി. ഒരു കളി എനിക്ക് തോന്നുന്നത് ഫുള്ളാക്കാൻ പറ്റിയില്ല. അതിനിടയിൽ ഇവിടുത്തെ ഒരു പുള്ളി വന്നിട്ട് പറഞ്ഞു ഇവിടെ കളിക്കാൻ പറ്റത്തില്ല. ചോദിച്ചു ഓക്കെ അങ്കിൾ എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ പറഞ്ഞു മെമ്പറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അന്ന് ഉണ്ടായത് എനിക്ക് ഭയങ്കര എൻ്റെ ഉള്ളിലുള്ള ഒരു ഫീലാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ സൂരജന് അറിയാതെ അത് ഞാൻ എങ്ങനെ പുതിയ മെമ്പേഴ്സിന് ടേക്ക് കെയർ ചെയ്യുന്നുള്ളത്. കാരണം ഇപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് അടുത്ത് അപ്രോച്ച് ചെയ്യുവാണ്, ഓക്കെ Cleo or whoever, I would like to come and play badminton. My answer is always yes. ഞാൻ പറയും ഓക്കെ പ്ലീസ് കം. സൂരജ് ആണെങ്കിലും ഭയങ്കര അക്കോമഡേറ്റിംഗ് ആണ്. സൂരജ് എൻ്റെ സിമിലർ, നമ്മൾ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടേഴ്സാണ് ഞങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നത്. ഈവൻ ദോ യു കാൺ 100% പ്ലീസ് എവരിബഡി. നമ്മൾ ഒരിക്കലും ഒരാളോട് നിങ്ങൾ മെമ്പറല്ല, നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു വേർഡ് അവിടെ ഇല്ല. നമ്മളെപ്പോഴും ഓക്കെ യു വാണ്ട് ടു കം ആൻഡ് പ്ലേ, പ്ലീസ് join our club. You can join the club very easily. It's just a Google form that you can fill. And Suraj, do you want to explain? Yeah, sure.
ഒരു സിമ്പിൾ ഗൂഗിൾ ഫോമാണ് ക്ലബിന് മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് മേടിക്കുന്നത്. അത് ബേസിക് ഡീറ്റെയിൽസ്, ഒരാളുടെ ഡീറ്റെയിൽസും പിന്നെ പ്ലേയിങ് സ്കിൽ ലെവലും. മെമ്പർഷിപ്പ് ഫീ ഒരു വർഷത്തേക്ക് ഇപ്പം $20 ആണ്. പിന്നെ പെർ മാച്ച് $10 ഫീ ചാർജ് ചെയ്യും. അത് ഫോർ 90 minutes ആണ്, വിച്ച് ഇൻക്ലൂഡ് ഷട്ടിൽസ് ഓൾസോ. ഇത് ജസ്റ്റ് റെഗുലർ പ്ലേയിങ് ടൈമിന് മാത്രമാണ്. ടൂർണമെൻറ്റ്സിനുള്ള എമൗണ്ട് ഇപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് അഡീഷണലി പ്ലെയർ തന്നെ പേ ചെയ്യേണ്ടി വരും. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ ടൂർണമെൻറ്റിന് ഇഫ് യു ആർ മെമ്പർ ഡിസ്കൗണ്ട്സ് വേറെ കിട്ടും. അത് ഒബ്വിയസ്ലി മെമ്പർഷിപ്പ് മെമ്പർ ഡിസ്കൗണ്ട്സ് ഒത്തിരി ഉണ്ട്, ബെനിഫിറ്റ്സ് കൂടുതലാണ്, മെമ്പർ ഡിഫറൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നമ്മളൊരു മലയാളി മാത്രമായിട്ട് ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. ഇല്ല. ഞങ്ങളിപ്പോൾ ഫേസ്ബുക്കിൽ ക്ലിയർ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് പോസ്റ്റുകൾ, വെൽക്കമിങ് ഓൾ എത്നിസിറ്റി മെമ്പേഴ്സ്. കാരണം നമുക്ക് അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഇല്ല. അപ്പോൾ ഏത് പ്ലേയേഴ്സ് ആണെങ്കിലും ഇൻട്രസ്റ്റ് ആണ്, കീൻ ആണെങ്കിൽ ഞങ്ങളെ ആരെങ്കിലും വിളിക്കാറുണ്ട്. ഞങ്ങളപ്പോൾ അത് വന്ന് കളി നോക്കിയിട്ട് ഏത് ദിവസം പ്രിഫർ അവരെ ഓപ്ഷൻ കൊടുക്കാറുണ്ട്. പിന്നെ ഇന്റർ ക്ലബ്ബ് നമ്മൾക്ക് ടീംസ് ഉണ്ട്. ഇന്റർ ക്ലബ്ബ് കളിക്കണമെങ്കിലും ഈ പറഞ്ഞ പോലെ അഡീഷണൽ എക്സ്പെൻസ് ഉണ്ട്. പക്ഷേ നമുക്കങ്ങനെ ഒരു മലയാളി തന്നെ വേണം എന്നൊന്നുമില്ല. അതെ. പിന്നെ ഇപ്പം ഞങ്ങളിപ്പം മെന്നിനുള്ള കാറ്റഗറി വേറെ ഉണ്ട്, ലേഡീസിന് കാറ്റഗറി വേറെ ഉണ്ട്, കിഡ്സിന് വേറെ കാറ്റഗറി ഉണ്ട്. ഞങ്ങളിപ്പോൾ ട്രൈ ചെയ്യുന്നത് ലേഡീസിന് ഒരുപാട് എൻകറേജ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. കാരണം അവർക്ക് ഒരുപാട് സമയങ്ങൾ കുറവാണ്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി സ്ലോട്ട്സ് അവൈലബിൾ ആണെങ്കിൽ അവരെ പിന്നെ പുഷ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വെൽക്കം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന മലയാളി അല്ലാത്ത ആൾക്കാർ ഞങ്ങളെ വിളിക്കാറുണ്ടെങ്കിൽ ഞങ്ങൾ പുതിയ വന്നതേ ഉള്ളൂ, പക്ഷെ അവർ കീനാണ്. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ അവരെ എങ്ങനെയും അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും. കാരണം അവരുടെ കീനസ് ആണ് ഞങ്ങളുടെ മെയിൻ ഫാക്ടർ. കീൻ ടു പ്ലേ, വി വെൽക്കമിങ് യു 100%. അപ്പോൾ ഇതുപോലെ ഞങ്ങളിപ്പോൾ വെൽക്കം ചെയ്തിപ്പം ഞാനിപ്പോൾ ഒരു വർഷം ആവുന്നേ ഉള്ളൂ ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ കീനസ് കാരണം എൻ്റെ പ്ലേ ഇമ്പ്രൂവ് ആകാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഇവരുടെ ഇന്റർ ക്ലബ്ബിൽ കളിക്കാൻ പറ്റിയിട്ടുണ്ട്, ഇവരുടെ ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു പോയ ടൂർണമെൻറ്റ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് പോയിട്ടുണ്ട്, ഞങ്ങൾ കപ്പ് മേടിച്ചിട്ടുണ്ട്. പല ഗ്രേഡ്സ് ഞങ്ങൾ കപ്പ് മേടിച്ചിട്ടുണ്ട്. ഈയിടെ ഞങ്ങൾ പോയി കളിച്ചായിരുന്നു. അവിടെ പല ഗ്രേഡിൽ ഞങ്ങളുടെ ക്ലബിന് ചാമ്പ്യൻഷിപ്പ് കിട്ടി. അപ്പോൾ അത് ക്ലബിൻ്റെ സ്കിൽ ലെവലാണ് കാണിക്കുന്നത്, ഒരാളുടെ കപ്പാസിറ്റി അല്ല. ഓരോ വർഷവും നമ്മളുടെ എൻട്രി കൂടി വരികയാണ്. ഇപ്പോൾ ഓക്ലൻഡ് മലയാളി സമാജത്തിൻ്റെ റീസെൻറ്റ് ടൂർണമെൻറ്റിലാണെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് 15 എൻട്രീസ് നമുക്ക് വന്നിരുന്നു, ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ, വുമൺ, മെൻസ്, മിക്സ്ഡ്. അപ്പോൾ അതൊരു വലിയ ഘടകം തന്നെയാണ്. ക്ലബിൻ്റെ ഫ്യൂച്ചർ ഞാനിപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ക്ലബ്ബ് പ്രോപ്പർലി ഫോം ചെയ്തിരിക്കുകയാണ്. ഇത്രയും നാൾ ഇതൊരു ഗ്രൂപ്പായിരുന്നു, അല്ലെങ്കിൽ ക്ലിയോൻ്റെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ക്ലിയോ റൺ ചെയ്യുന്ന ഒരു ക്ലബ്ബ്, അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ഉള്ളടക്കം. ഞാനിപ്പോൾ ഇതിനെ ഈ വർഷം ഒരു ബഞ്ച് ഓഫ് കീൻ പ്ലെയേഴ്സ്, നമ്മൾ ഒരു 11 of us വന്ന് ഇതിനെ ഇൻകോപ്പറേറ്റ് ചെയ്ത് ഒരു സൊസൈറ്റി ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ആസ് യു നോ ഫൈനാൻഷ്യൽ അഡ്വൈസറാണ്, ഇൻഷുറൻസ് സ്പേസിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് ആ ഒരു ഫൈനാൻഷ്യലിൻ്റെ ഒരു ട്രാൻസ്പെറൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്നത് കൂടി മാത്രമല്ല, ഇങ്ങനൊരു വലിയ ഓർഗനൈസേഷൻ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസ്പെറൻസിക്ക് ഈ രജിസ്ട്രേഷൻ വാസ് ഇമ്പോർട്ടൻറ്റ്. ഈവൻ ദോ എല്ലാവർക്കും എൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ട്, എവരിബഡി വാസ് ഓക്കെ, ക്ലിയർ റൺ ചെയ്യുന്നു, ക്ലിയർ ഇന്ന പൈസ ഇന്നതിന് യൂസ് ചെയ്യുന്നു. സോ നൗ വി ആർ എ സൊസൈറ്റി, ഇറ്റ്സ് മോർ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് ദ ക്ലബ് ഗ്രോ ഈവൻ ഫാസ്റ്റർ. സോ നമ്മളുടെ ഫ്യൂച്ചർ ഉദ്ദേശം എന്ന് പറയുന്നത് സൂരജ് പറഞ്ഞ പോലെ ലേഡീസിനെ കൂടുതൽ ബാഡ്മിൻ്റണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ തന്നെ നോക്കുമ്പോൾ നമുക്ക് ഇൻ്റർ ക്ലബ് ഇടണമെങ്കിൽ, വൈക്കാട്ടോയിൽ ഇൻ്റർ ക്ലബ്ബ് ഇറക്കണമെങ്കിൽ യു ഹാവ് ടു ഹാവ് എ ഫീമെയിൽ പ്ലെയർ, യു മസ്റ്റ് ഹാവ് 2 ഫീമെയിൽ പ്ലെയർ മിനിമം. അപ്പോൾ നമുക്ക് ഇത്രയും മെയിൽ പ്ലെയേഴ്സ് ഉണ്ട്, ഫീമെയിൽ പ്ലെയേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ഈവൻ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ആദ്യം വി ലുക്ക് അറ്റ് ഓക്കെ, സൂരജ് തന്നെ ഇപ്പോൾ ഇന്നലെ ഞങ്ങളൊരു ചെറിയ മിനി ടൂർണമെൻറ്റിന് കളിക്കാൻ പോയപ്പോൾ വി സോ എ ഫീമെയിൽ, ഷി വാസ് റിയലി ഗുഡ് ആൻഡ് വി തോട്ട് ഷീ ഈസ് മല്ലു, മല്ലു അല്ല, ബട്ട് ഡസൻറ്റ് മാറ്റർ. ഞങ്ങൾ പറഞ്ഞ പോലെ മല്ലു എന്നുള്ളൊരു കാറ്റഗറി ഇല്ല. അപ്പോൾ പുള്ളിക്കാരി അപ്രോച്ച് ചെയ്തപ്പോൾ ഷി വാസ് ഫ്രം ആന്ധ്ര, റൈറ്റ്? ഷീ ഈസ് കീൻ ടു ജോയിൻ ദ ക്ലബ് ബിക്കോസ് ഷീ വാസ് ഓൾസോ ലുക്കിംഗ് ടു ജോയിൻ എ ക്ലബ്. അങ്ങനെ നമ്മൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവിടെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് ലുക്കിംഗ് അറ്റ് ദ ഫ്യൂച്ചർ, വി വാണ്ട് മോർ juniors and more women in the industry. So women from our family actually, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. സോ അതിന് ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ടുവേർഡ്സ് ദാറ്റ് ഗോൾ. ദാറ്റ്സ് ദ മെയിൻ തിങ്. നമ്മളുടെ ഈ വർഷത്തെ ടൂർണമെൻറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്.
കാരണം നമ്മൾ ന്യൂസിലൻഡ് ഓപ്പൺ വെച്ച് ആദ്യമായിട്ടായിരിക്കും ഇത്രയും കൂടുതൽ എൻട്രി നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ വാട്ട് വി ആർ ഡൂയിങ് ഇസ് ദാറ്റ് വി ആർ ട്രൈങ് ടു എൻകറേജ് ദോസ് പ്ലേയേഴ്സ് ഹൂസ് ആക്ച്വലി ഫ്രം ദ ബോട്ടം ലെവൽ. ഓക്കെ, സോ നമുക്കറിയാം ഒത്തിരി എ ലെവൽ പ്ലേയേഴ്സ് ഉണ്ട്, ബി ലെവൽ പ്ലേയേഴ്സ് ഉണ്ട്. വി ആർ എൻകറേജിങ് മോർ സി ആൻഡ് ഡി. I've actually made a division, അല്ലേ, നമ്മളൊരു ഡിവിഷൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഡി ഗ്രേഡ് പ്ലേയേഴ്സിന് വേണ്ടിയിട്ട്. സോ വി വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് എവറിബഡി ഗെറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി. അല്ലാതെ ഇത് ഓക്കെ ബാഡ്മിൻ്റൺ ഈസ് ഓൺലി ഫോർ ടോപ്പ് പ്ലേയേഴ്സ്. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ വരാറുണ്ട് അല്ലേ, ചില സന്ദർഭങ്ങളിൽ ആൾക്കാർ കാരണം പല ടൂർണമെൻറ്റുകളിലും ഈ ഒരു മീഡിയം ലെവൽ പ്ലേയേഴ്സ് അങ്ങ് സപ്രസ് ആയിപ്പോൾ, കാരണം അവർക്ക് തന്നെ ആ ഒരു ടൂർണമെൻറ്റ് കളിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ല. അവർ വിചാരിക്കും വലിയ പ്ലേയേഴ്സൊക്കെ വരും, ഞാൻ കളിച്ചിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു ഫീൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ 4 ഡിവിഷൻ കൊടുക്കുന്നത് അല്ലേ? അതെ, 4 ഡിവിഷൻ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം. അതായത് എനിക്ക് ഈവൻ നമുക്ക് ഞാൻ ഒത്തിരി പ്ലേയേഴ്സിനെ മീറ്റ് ചെയ്തായിരുന്നു. നമ്മൾ പാമസനോത്തിൽ പോയി കളിച്ചപ്പോൾ അവിടെ ഒരു ഫ്യൂ പ്ലേയേഴ്സ് അവർ എന്നെ അപ്രോച്ച് ചെയ്ത് പറഞ്ഞു, ടോപ്പ് എന്നായിരുന്നു അവരെന്നെ അപ്രോച്ച് ചെയ്ത് പറഞ്ഞു, ക്ലിയർ ബായ് ഇങ്ങനെ നിങ്ങളുടെ ടൂർണമെൻറ്റ് ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമോ? അപ്പോൾ ദെൻ ഐ തോട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ലെവലിൽ കളിക്കുന്ന പ്ലേയേഴ്സിനും ഒരു റെക്കഗ്നിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ ടൂർണമെൻറ്റ് നമ്മൾ അങ്ങനെ ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. A, B, C, D ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് വുമൺസ് ഡബിൾസ് ഉണ്ട്, മിക്സ്ഡ് ഡബിൾസും നമ്മൾ ഈ പ്രാവശ്യം 2 കാറ്റഗറി ചെയ്യുന്നുണ്ട്, എയും ബിയും ഉണ്ട്. സോ എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദേ ക്യാൻ ബിൽഡ് ഓൺ ഇറ്റ്. അപ്പോൾ അത് അത്ര ഞങ്ങൾ ശ്രമിക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ ബേസിക്കലി. നമുക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇനി നെക്സ്റ്റ് ഇയറിലെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇരുന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഐ തിങ്ക് ഞങ്ങളുടെ ഒരു മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡ് ഓപ്പൺ ആണ്. ഇത്രയും നാൾ നമ്മൾ മലയാളീസിന് ഓപ്പർച്യൂണിറ്റി കൊടുത്തു. ഇനി നമുക്ക് കമ്മ്യൂണിറ്റി ഓപ്പൺ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ന്യൂസിലൻഡ് ഓപ്പൺ കൂടി തുടങ്ങണം എന്നുള്ളൊരു ഡ്രീമാണ്. അപ്പോൾ നമ്മൾ ഒരു വീക്കെൻഡ് കമ്മ്യൂണിറ്റി ഓപ്പണും ഒരു വീക്കെൻഡ് ന്യൂസിലൻഡ് ഓപ്പൺ. അബ്സല്യൂട്ട്ലി. കാരണം ഇന്ന് ഈ പ്രാവശ്യം കിട്ടിയ ടീംസ് വെച്ചിട്ട് നമുക്ക് 2 ദിവസം വേണ്ടി വരും മിക്കവാറും അങ്ങനെ നടത്തണമെങ്കിൽ. അതെ, അതുപോലത്തെ അത്രയും എൻട്രി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊത്തിരി എൻക്വയറീസ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് പാക്കിയ അല്ലെങ്കിൽ വേറെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് ഒത്തിരി എൻക്വയറീസ് ലഭിച്ചിട്ടുണ്ട്. Unfortunately, we can't accept them because it's a community open only for this year. But next year, definitely എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഹാമിൽട്ടൺ മലയാളി ബാഡ്മിൻ്റൺ ക്ലബ് തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള ടൂർണമെൻറ്റുകളിൽ ഞങ്ങളെല്ലാവരും ഞങ്ങൾ വെൽക്കം ചെയ്യുന്നുണ്ട്. കളിക്കാനാണെങ്കിലും അതല്ലാതെ നീ ഒന്ന് കാണാനാണെങ്കിലും യു ആർ ഓൾവേസ് വെൽക്കം. ലിയോ പറഞ്ഞ പോലെ ഇതൊരു കമ്മ്യൂണിറ്റിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല, വി വെൽക്കമിങ് ഓൾ ബാഡ്മിൻ്റൺ ലവേഴ്സ് ടു ഇൻക്രീസ് യുവർ ലവ് ഫോർ ദ സ്പോർട്ട് ആൻഡ് ഇൻക്രീസ് യുവർ പ്ലേയിങ് ടൈം അല്ലേ? അതെ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻ്റായി കാണണം എല്ലാവരും. കാരണം ഒരു $10 കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു ഗെയിമോ അല്ലെങ്കിൽ നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക് അബൌട്ട് ബാഡ്മിൻ്റൺ. വന്നു കളിച്ചു, നമ്മൾ സ്വെറ്റ് ചെയ്തു, ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ ഹെൽത്ത് ആസ് വെൽ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ആൻഡ് പ്ലീസ് കണ്ടിന്യൂ ടു സപ്പോർട്ട് അസ്.